ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ആനന്ദ് ശ്രീബാല എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ ഞാൻ ഒരു കൗണ്ടർ മാത്രം തുറന്നു വെച്ച് നമ്മളെ ക്യൂ നിർത്തി വെറുപ്പ്. ഇതൊക്കെ കൂടാതെ ഇവിടെ വന്ന് എടുത്തപ്പോഴേക്ക് 20 രൂപ ടിക്കറ്റ് പ്രൈസും കൂടി. ബുക്ക് മൈ ഷോയിൽ ഈ സെയിം ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ 180, ഇവിടെ വന്ന് എടുത്തപ്പോഴേക്ക് 200 രൂപ. അല്ല അസല തെണ്ടിത്തരം. വനിതാ ഇതിൽ കാസ്റ്റ് ആങ്കറും എടുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. PVR ഇപ്പോൾ പെരി കപ്പലി വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് 10 രൂപക്ക്. സാധനം കൊള്ളാം എന്തായാലും. ഓഫർ റേറ്റ് കണ്ടിട്ട് പനീർ ചീസ് പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്യൽ ഒരു സീറ്റിൻ്റെ അവസ്ഥ ഇതാണ്ട, കുഴിയിലോട്ട് കാലിൽ നീട്ടിയിരിക്കുകയെന്ന് പറയില്ല, ആ പറഞ്ഞ അവസ്ഥയാണ്. ചാരിയിരിക്കാൻ വേണ്ടിയില്ലേ കിടക്കണം ചട്ടിങ്കലോ. പാവൻ ഇവരിന്ന് വെച്ചാൽ സീറ്റ് അവസാനം ഇപ്പുറത്തേക്ക് മാറിയിരിക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് സൈഡിൽ വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഒരു സീറ്റ് മാറി ഇരിക്കാൻ പറ്റി. പക്ഷേ ഇതൊക്കെ വൻ പരിതാപകരമായ കാര്യമാണ്. ഈ തിയേറ്ററും ഈ സ്ക്രീനൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈം അതിക്രമിച്ചു. ആനന്ദ് ശ്രീബാല, ഡയറക്ടഡ് ബൈ വിഷ്ണു വിനയ്. ഫസ്റ്റ് പടമാണ് വിഷ്ണുടെ. സ്റ്റാറിങ് അർജുൻ അശോകൻ, സംഗീത, ഷൈജു കുറുപ്പ്, സിദ്ദിഖിക്ക, നന്ദുച്ചേട്ടൻ, അങ്ങനെ കുറേ പേര്. ശിവദ ചേച്ചിയുടെ ഹസ്ബൻഡും, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും സംഗീത എന്നുള്ള ആക്ട്രസിനെ തന്നെയാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറായ, നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ശ്രീനിവാസൻ ചേട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയിലെ ശ്യാമള എന്നുള്ള കഥാപാത്രം ചെയ്ത, ഇതുപോലെ ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള നടിയാണ് സംഗീത. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു സിനിമയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ പുള്ളിക്കാരിയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് നോട്ട്. ഭയങ്കര ഫീൽ ഗുഡാണ് പുള്ളിക്കാരി വരുന്ന എല്ലാ സീനും. തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, കന്നഡ സിനിമയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹം എങ്ങനെ വേണം കാണിക്കാൻ എന്നുള്ളത് മലയാള സിനിമയിൽ നിന്ന് കണ്ടുപിടിക്കണം. ഒട്ടും ഓവറാക്കാതെ ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് അമ്മയോടുള്ള സ്നേഹം പൊതുവെ മലയാള സിനിമ നന്നായിട്ട് കാണിക്കാറുണ്ട്. പാസം ഓവറായിട്ട് വാരി വെതറാറില്ല. ഈ സിനിമ ആ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി. ഇതിനകത്ത് അർജുൻ അശോകനും അതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറും കൂടി വരുന്ന, ചേച്ചിയെന്ന് ഉദ്ദേശിച്ച അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് സംഗീത ചേച്ചിയാണ്. എൻ്റെ പൊന്നെ, ഇവർ രണ്ടുപേരുള്ള കോമ്പോ ഉണ്ടല്ലോ, എല്ലാ തവണയും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഇവർ രണ്ടുപേരും ഫ്രെയിമിൽ കാണിക്കുന്ന സീനെല്ലാം കിടുവാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ കൂടി തന്നെയാണ്. സിനിമ ഏകദേശം ഒരു 90% ആകുമ്പോഴേക്കും നമ്മൾ ആരാണ് കുറ്റവാളി എന്നൊക്കെ കാണിക്കും. പക്ഷേ അതിൽ തീരുന്നില്ല. വേറൊരു ട്വിസ്റ്റും കൂടി, ഒരു എൻഡ് ട്വിസ്റ്റും കൂടി പടത്തിലുണ്ട്. അതും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ സിനിമയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഹൈ നോട്ടിൽ പോയിട്ട് ഒരു വേറെ ലെവൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൂടി പോയിട്ട് ലാസ്റ്റ് ഒരു പൊടിക്ക് പഞ്ച് കുറഞ്ഞു പോയ ഒരു ഫീലുണ്ട്. പക്ഷേ ഇവിടെ ഇവർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ കേസിൽ മാത്രമല്ല, ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് നല്ല ഒരു നിരീക്ഷണ ബോധം ഉണ്ടെങ്കിൽ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അമ്മ സപ്പോർട്ടിനുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതും ഒരു സസ്പെൻസ് എലമെൻ്റ് ആയതുകൊണ്ടും ചിലപ്പോൾ നിങ്ങളെങ്ങാനും ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിലും ഒക്കെ, ഈവൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മനസ്സിലാവും എന്നുള്ളത് ഭയങ്കര രസമാണ്. സിനിമ തുടങ്ങിയ ഒരു 10 മിനിറ്റ് നമുക്ക് ആ സംഭവം എന്താണെന്നുള്ളത് നമ്മളോട് സിനിമ കൺവേ ചെയ്യും. പക്ഷെ എന്നാലും ഭയങ്കര രസമാണ് അതിൻ്റെ ആ ഒരു ഫീല്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, ഈ അമ്മ മകൻ ആ റിലേഷൻഷിപ്പും വളരെ അടിപൊളിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അപർണ ദാസ് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന വേഷം വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ആക്ടർ ഡോക്ടർ മച്ചാൻ ഇതിനകത്ത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ആ വേഷം കൊടുത്തിരിക്കുന്ന സാധനം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പുള്ളിയും പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അസീസ് നെടുമങ്ങാട് ചേട്ടൻ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. നന്ദു ചേട്ടൻ്റെ റോള് മനോഹരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സിദ്ദിഖിക്ക പിന്നെ പറയണ്ട, ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. അത്രയും ബ്രില്യൻ്റായിട്ട് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കേക്ക് വോക്ക് ആയിരുന്നു പുള്ളിക്കിത്. പിന്നെ ഷൈജു കുറുപ്പ് സ്ഥിരമായിട്ടുള്ള റോളുകളിൽ നിന്നും മാറി നിൽക്കുന്ന, എന്നാൽ തുടക്കത്തിലൊക്കെ കുറേ ഗ്രേ ഷെയ്ഡ് വരുന്ന, അതായത് നമുക്ക് ഇച്ചിരി ദേഷ്യം വരുന്ന രീതിയിലൊരു ക്യാരക്ടറാണ്. നമുക്കിങ്ങനെ ഒരു ചൊറിയനായ പോലീസ് ഓഫീസർ സീനിലാണ്, ഒരു DYSPയുടെ റോളാണ് ഷൈജു ചേട്ടൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഷൈജു കുറുപ്പ് സംഭവം അടിപൊളിയായിരുന്നു.
എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ സ്റ്റാറുള്ള ഒരു നടനോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ബഡ്ജറ്റോ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റൊന്നും ഇല്ലാതെ സ്ക്രിപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ച് സിനിമ പൂർത്തിയാക്കാം എന്നുള്ള ഒരു ഫൈനസ്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. ഇതിനൊരു പക്ക ഷെർലോക്ക് വൈബുണ്ട്. ഞാനാണെങ്കിൽ ഷെർലോക്ക് എന്നുള്ള സീരീസ് ആയിക്കോട്ടെ, ആ ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ഒരു സിനിമയുടെ കടുത്ത ആരാധകനാണ്. റോബർട്ട് ഡൗണി ജൂനിയർ, ജൂഡ് ലോ അഭിനയിച്ച് നമ്മുടെ ഗൈ റിച്ചി സംവിധാനം ചെയ്ത 2 സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടാതെ ഈ സീരീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ എപ്പിസോഡ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇനിയിപ്പോൾ എൻ്റെ വാർദ്ധക്യത്തിലെത്തിയാലും ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വരുമെന്ന് കണ്ടറിയണം. അങ്ങനത്തെ അവസ്ഥയാണ്. പണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 എപ്പിസോഡ് വരും, പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 3 എപ്പിസോഡ് കഴിഞ്ഞാൽ, പിന്നെ 4 കൊല്ലം കഴിഞ്ഞായി, പിന്നെ കുറച്ച് 6 കൊല്ലം കഴിഞ്ഞ ഒരു എപ്പിസോഡ് വന്ന് ഇപ്പോൾ എപ്പിസോഡ് കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് എപ്പോഴെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. 2 പേരും നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിലുള്ള ആൾക്കാരാണ്. ഹോബിറ്റ് സീരീസിലുള്ള സ്മോഗായിട്ട് അഭിനയിച്ച, നെക്രോമാൻസറായിട്ട് അഭിനയിച്ച ആളും നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ബിൽബോ ബാഗിൻസ് എന്നാണ് വായിൽ പറഞ്ഞത്. ബിൽബോ ബാഗിൻസ് അല്ലേ? ബിൽബോ ബാഗിൻസ് ആണോ? ക്യാരക്ടർ വിട്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഓർമ്മ വന്നാൽ ഒന്ന് പറ. എന്തായാലും കലക്കൻ സിനിമയാണത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല സിനിമ. ഇന്നലെ കണ്ട സിനിമയുടെ ക്ഷീണം വളരെ അധികം മാറ്റി തന്നൊരു സിനിമ. ചെറിയൊരു സിനിമയാണെങ്കിൽ പോലും സ്മോൾ ബട്ട് പവർഫുൾ. ബിഗ് തിങ്സ് കം ഇൻ സ്മോൾ പാക്കേജസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഒരു ചെറിയ സിനിമ പക്ഷേ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സ്ട്രോങ് സ്ക്രിപ്റ്റ് ബൈ അഭിലാഷ് പിള്ളൈ, നമ്മുടെ മാളികപ്പുറവും ഇതൊക്കെ എഴുതിയേക്കണം വെച്ചാലാണ്. കിടിലൻ സ്ക്രിപ്റ്റായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായി ഈ സിനിമ. വളരെ നല്ലൊരു സിനിമ എന്നാണ് എനിക്ക് ഫീൽ ആയത്. ത്രില്ലർ മൂവീസൊക്കെ ഇഷ്ടമുള്ള, കുറ്റാന്വേഷണം, ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലുള്ള സസ്പെൻസ് ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലവർക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ഫീല് ചിലപ്പോൾ കിട്ടിയേക്കാം. അതായത് ഒരു മെല്ലോ ഡൗൺ ആയിട്ടുള്ള കുറച്ച് പഞ്ച് കുറഞ്ഞു പോയി എൻ്റെ നിന്ന് തോന്നുന്ന ഒരു ഫീല് കിട്ടിയേക്കാം. എന്നാലും അത് സിനിമ കാണാതിരിക്കാനോ അല്ലെങ്കിൽ സിനിമ മോശമാണെന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു സംഭവമേ അല്ല. നിങ്ങൾക്ക് അപ്പോഴും ഈ സിനിമ കഴിഞ്ഞ് സീറ്റിൽ നിന്ന് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഓർമ്മ വരും. നിങ്ങൾക്ക് ഇതിൽ ആ മകനെ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോംബോ. അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് പടത്തിലെ അമ്മയും മോനും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ ചെയ്യുന്നൊരു, അത് വെറൈറ്റി ആയിരുന്നു, ഭയങ്കര വെറൈറ്റി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതെങ്ങനെ സാധിക്കും നിങ്ങൾ വിചാരിക്കും, പക്ഷെ അത് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഗുണമാണത്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു പടം. നല്ലൊരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോരം അപരാധങ്ങൾ നമ്മൾ ബിഗ് ബഡ്ജറ്റ് വരുന്ന കാട്ടപരാധവും കാട്ടിലെടുത്ത അപരാധങ്ങളും വെള്ളത്തിലെടുത്ത അപരാധങ്ങളും കടലിലെടുത്ത അപരാധങ്ങളും ദേവാപരാധങ്ങളും ഒക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലേ? ഈ സിനിമ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും. ചെറിയൊരു സിനിമയാണെങ്കിൽ പോലും നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ സിനിമ ആരും മോശം സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നണേ ഇല്ല. അർജുൻ അശോകൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ബ്യൂട്ടിഫുള്ളാണ്. വെറൈറ്റി സാധനങ്ങളായിട്ടാണ് അർജുൻ വരുന്നത്. ഈ ഒരു ലെവലിൽ തന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്തു പോവുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് അമംഗ് ദ യങ്സ്റ്റേഴ്സ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഈ ഒരു അർജുൻ്റെ ഏകദേശം ഏജിലുള്ള ആക്ടേഴ്സിനെ എനിക്കിഷ്ടമുള്ള കുറച്ച് പേര് ഞാൻ പറയാം. അർജുൻ അശോകനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്ൻ നിഗത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബാസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീരജ് മാധവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ വളരെ ലിമിറ്റഡായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സായിട്ടാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ലിസ്റ്റിലേക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഓർമ്മപ്പെടുത്താം. എൻ്റെ മനസ്സിൽ വന്നവരുടെ പേര് ഞാൻ പറഞ്ഞു എന്നുള്ളത്. എന്തായാലും ഇത് അടിപൊളിയായിരുന്നല്ലേ. ഒരു അമ്മ മോൻ ടൈപ്പ് ഷെർലോക്ക് വൈബൊക്കെ എനിക്ക് കിട്ടി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, എനിക്ക് വർക്കായി പടം. അപ്പോൾ നിങ്ങൾ സിനിമ ഓൾറെഡി കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള പറയാം. ഈ സിനിമയുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതെന്തായാലും ആ ബഡ്ജറ്റിനേക്കാളൊക്കെ 3 മടങ്ങ് വാരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ മലയാളികളുടെ ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് വളരെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരുള്ളത്. പക്ഷേ ഇതൊന്ന് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് ആൾക്കാർ ഒരുപാട് പേര് ഈ സിനിമ കാണാൻ പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്നലത്തെ അപരാധമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല സിനിമ കാണാൻ വേണ്ടി കാത്തിരിപ്പുണ്ടാവും. അപ്പം ഈ ഭൂരിഭാഗം പേരും ഇന്ന് ഗ്ലാഡിയേറ്റർ 2 കാണാനും ഈ സിനിമ കാണാനായിട്ട് സ്പ്ലിറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ആ ഒരു മൂഡ് മാറ്റാൻ
പറ്റിയ സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഗ്ലാഡിയേറ്റർ 2 ഞാൻ 4DXലാണ് സിനിമ കാണുന്നത്, കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ ഞാൻ പോട്ടെ, എനിക്ക് ഗ്ലാഡിയേറ്റർ കാണാൻ ടൈമായി. അപ്പോൾ അതുവരേക്കും ബൈ. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ബെൽ ഐക്കൺ അമർത്തി പിടിച്ച് വെച്ചോ. അടുത്ത വീഡിയോസും ഇതുപോലത്തെ വീഡിയോസും പലതും വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ബൈ.